ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇവിടെ ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്കൂളിലേക്കൊക്കെ ഞാൻ തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മക്കളെയൊക്കെ എടുക്കാനായിട്ട് 2 പ്രാവശ്യം പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഉച്ചയ്ക്ക് ലഞ്ച് റെഡിയാക്കണം, അതുപോലെ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാര്യമായിട്ട് വലിയ കുക്കിംഗ് റെസിപ്പീസൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെയാണ്. ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 റെസിപ്പീസാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലത്തെ വിശേഷം മിക്കവാറും രാവിലെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസമാണ്. ഇന്ന് ഓഫ്ലൈനാണ് കുട്ടികൾക്ക്. അപ്പോൾ രാവിലെ അവർ സ്കൂളിലേക്ക് അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമുള്ള നമ്മുടെ വീട്ടിൻ്റെ ഒരു അവസ്ഥയാണ്. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അവർ സ്കൂളിലൊക്കെ പോകുന്ന ദിവസം പ്രത്യേകിച്ചൊന്നും പറയണ്ട, എല്ലാം വലിച്ചു പറിച്ചിട്ടിട്ടുണ്ടാവും. ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്നീന്ന് തുടങ്ങണം. കാലത്ത് നല്ലൊരു എക്സസൈസ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്നാണെങ്കിൽ മക്കൾക്ക് 2 പേർക്കും എക്സാമുള്ള ദിവസമാണ്. ഒരാൾക്ക് പിന്നെ ഉച്ചയ്ക്ക് നോർമലി സ്കൂൾ ടൈമിൽ തന്നെ കഴിയുള്ളൂ. വലിയ മൂത്ത മോൾക്ക് +1 ആയതുകൊണ്ട് തന്നെ അവൾക്ക് എക്സാം കുറച്ച് നേരത്തെ 10 മണി വരെ ഉള്ളൂ കേട്ടോ അവൾക്ക് ക്ലാസ്. അപ്പോൾ 2 പ്രാവശ്യം ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ തന്നെയാണ് അവരെ പിക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇക്കാക്ക് ഇന്ന് ഡ്യൂട്ടി ഇക്ക ഇന്ന് ദുബായിലാണ്. ഇന്ന് അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്കൂളിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ രാവിലെ ഇതൊക്കെ തലേ ദിവസം രാത്രി വാഷ് ചെയ്ത് വെച്ച പാത്രങ്ങളാട്ടോ, ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ ആദ്യം കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. കിച്ചണൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാലത്തെ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്ത ഫുഡും അതിൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനായിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇന്നലെ രാവിലത്തെ ആ ഒരു കാര്യങ്ങൾ മിക്കവാറും നമ്മുടെ അവിടെ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് രാവിലെ 10 മണിക്ക് ഒരാളെ കൂട്ടാനായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഒന്ന് ചെറിയതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒട്ടും സമയമില്ല ഇന്ന്. അപ്പോൾ രാവിലെ പെട്ടെന്നൊക്കെ പണികൾ തീർത്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം സ്കൂളിലേക്ക് പോകേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഒരു 9:50 ആയിട്ടുണ്ട് കേട്ടോ. 10 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി. നമുക്കാണെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ട്രാവലൊക്കെ ഉള്ളൂ ഇവിടുന്ന്. പിന്നെ സിഗ്നലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ടൈമാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. വന്നിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റെയർ വഴിയാണ് താഴെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ വഴി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ടാക്സി ആ സൈഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. നിൽക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സിക്കാണ് പോകുന്നത്. അപ്പോൾ 2 പ്രാവശ്യം പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഞാനിത് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മക്കളെയൊക്കെ പിക്ക് ചെയ്തു 2 പേരെയും. പിന്നെ നമ്മൾ വീട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല,
അപ്പോൾ ഇത് മോള് വന്നതും അവളുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ടാബ്ലറ്റും ഒക്കെ എടുത്ത് വീഡിയോ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയ്ബർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചക്ക വറുത്തതും അതുപോലെ ഉണ്ണിയപ്പമൊക്കെയാണ്. ഇതൊക്കെ അവർ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഉണ്ണിയപ്പവും അതുപോലെ ചക്ക വറുത്തതൊക്കെ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ടൊമാറ്റോ റൈസാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വൈകിട്ടത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചതാണ്. അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് റൈസിന് എന്തെങ്കിലും സൈഡ് ഡിഷ് വേണം. അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യണം. ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫ്രൈ ചെയ്യുന്ന കാര്യം ഓർത്തപ്പോഴാണ് നമ്മൾ തലേ ദിവസം നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഗ്രോസറീസൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മളൊരു എന്താ പറയുക ഒരു സാധനം മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതെന്താണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇന്നലെ നെസ്റ്റോയിൽ നിന്ന് കുറച്ച് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഫ്രൈയും അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എന്തായാലും ഇത് പേര് ഞാൻ അതിൽ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈയംസ് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ല ഇതാണ്. മീൻസ് നല്ലതല്ല, ഹെൽത്തി ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മളാണെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് പൊട്ടാനായിട്ട് ചാൻസസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കുടൽ. ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ച ഓർമ്മയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുടലെന്നാണ് പറയാത്. വിരലിലൊക്കെ ഇട്ടിട്ട് കഴിച്ച് നടന്ന കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ നെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും നേരത്തെ മേടിച്ചതാണ്. ഇപ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ സ്റ്റാറിൻ്റെ ആണ് മേടിച്ചത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗി തോന്നി, അപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് പാനിപ്പൂരിയുടെ ബേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്നാണ് സാധാരണ മേടിച്ചിട്ട് വരാറുള്ളത്. ഇപ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോഴും ഇതേ കണ്ടില്ലേ, നല്ല എന്താ പറയുക പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള ആ ഒരു പൂരിയുടെ ബേസാണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ആ ചെറിയ ബൗൾ പോലെ നമുക്ക് ആ പൂരി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കാണാൻ തന്നെ. പെട്ടിക്കടയിൽ അടുക്കി വെച്ച പോലെയായിരുന്നു ഓരോ സാധനങ്ങളും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് തൈര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ തൈരിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മൾ തൈര് ഉണ്ടാക്കിയില്ല. കുറച്ച് വിനിഗറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു ഉള്ളി സാലഡാണ് നമ്മൾ റൈസിന് വേണ്ടി റെഡിയാക്കിയത് കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരത്തോടുകൂടെ നമ്മൾ എന്താ പറയുക നമ്മുടെ വീട്ടിനകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മണി പ്ലാന്റ് ആണ് ഉള്ളത്. പിന്നെ പേരറിയാത്ത 1-2 ചെടികളുണ്ട്. ഭംഗി കണ്ടിട്ട് മേടിച്ചതാണ്. പിന്നീടാണ് പേരൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പോൾ വാട്ടർ ലില്ലി, പിന്നെ അതുപോലെ ബാംബൂസ്, പിന്നെ കാക്ടസിൻ്റെ 1-2 ചെടി ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നൊക്കെ ചീഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഉള്ള ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. വൈകുന്നേരം ആയപ്പോഴും നമ്മൾ തലേ ദിവസം നെസ്റ്റോന്ന് തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു.
അപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെജിറ്റബിൾ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ കറീൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്